ബിഗ് ബോസ് വീട്ടിലെ ഓരോ മത്സരാർത്ഥിയും നമ്മുടെ സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഭിന്നമായ അനുഭവങ്ങളും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഷാനവാസിന്റെ വസ്ത്രവിമർശനമാണ്. നോമിനേഷൻ സമയത്ത് ജിസലിന്റെ വസ്ത്രധാരണ കേരള സംസ്കാരത്തിന് യോജിച്ചില്ലെന്ന് ഷാനവാസ് അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ വ്യക്തമായിരുന്നു. എങ്കിലും അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഒരാളുടെ വസ്ത്രം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ജിസൽക്ക് എന്ത് ധരിക്കണം എന്ന് ഷാനവാസ് തീരുമാനിക്കാൻ പാടില്ല. അതുപോലെ ഷാനവാസിന് എന്ത് ധരിക്കണം എന്നും ജിസൽ പറയില്ലല്ലോ. ഇവിടെ പ്രശ്നമാകുന്നത് തന്റെ കാഴ്ചപ്പാട് മറ്റുള്ളവരിൽ പ്രയോഗിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഈ അഭിപ്രായം പറഞ്ഞതിന് ഷാനവാസിനെ കുറ്റം പറയാനാവില്ല. അദ്ദേഹം വളർന്നത് ഒരുതരം സമൂഹത്തിൽ നിന്നാണ്. അങ്ങനെയൊരു സമീപനം ഉള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ജിസലും ഷാനവാസും രണ്ടു തരം സമൂഹത്തിന്റെയും ചിന്തകളുടെ പ്രതിനിധികളാണ്. കേരള സംസ്കാരമെന്ന് നമുക്ക് പറയുന്നത് അത് സ്ഥിരമല്ല. 50, 100, അതിൽ കൂടുതൽ വർഷം മുമ്പ് പോലും വ്യത്യസ്ത വസ്ത്രധാരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. മാറുമറക്കൽ സമരമുണ്ടായിരുന്ന ഈ നാട് വസ്ത്രധാരണത്തിൽ ഒരിക്കലും ഒരേ മാതൃകയിൽ നിൽക്കുകയുണ്ടായില്ല. ഇവിടെ പ്രധാനമായ സന്ദേശം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഭരണഘടന നൽകുന്നു. ഷാനവാസ് പറഞ്ഞത് തെറ്റാണെന്ന് മാത്രമല്ല, അത് സാധാരണ മലയാളിയുടെ ഓർഡിനറി കാഴ്ചപ്പാടാണ്. പക്ഷേ അതിനെ അപമാനിച്ചോ ക്രൂശിച്ചോ വേണ്ട. ഒടുവിൽ എല്ലാവരും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുന്നു, വസ്ത്രം ഒരു സംസ്കാരത്തിന്റേതല്ല, അത് വ്യക്തിയുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ്. ബിഗ് ബോസ് അപ്ഡേറ്റ് ആവശ്യമാണെങ്കിൽ ഇനിയുമുള്ള ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.